വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ പുതിയ പുതിയ സംരംഭങ്ങൾ അല്ലെ ബിസിനസ്സുകൾ തുടങ്ങുന്ന കാലമാണ്. അപ്പോൾ നമ്മൾ പുതിയ ബിസിനസ് തുടങ്ങുന്നത് നമ്മൾ ആദ്യം എന്തായിരിക്കും ചിന്തിക്കുക? നേരെ നമുക്ക് കോയമ്പത്തൂർ പോകണം, കുറേ മെഷീനറീസ് വാങ്ങണം, നമുക്കൊരു ബിസിനസ് ചെയ്യണം, അതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ എല്ലാം ആയിട്ട് കോയമ്പത്തൂരുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ആലപ്പുഴയിൽ, തലവടിയിൽ ഇതെല്ലാം തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥാപനം ആലപ്പുഴയിൽ തുടങ്ങിയിട്ടുണ്ട്. 3 സ്റ്റാർ അഗ്രോ മെഷീനറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ 35% തൊട്ട് 80% വരെ സബ്സിഡി കിട്ടുന്ന നമ്മുടെ ലോണുകൾ അല്ലെങ്കിൽ സബ്സിഡി പാസ്സാക്കി തരുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ 3 സ്റ്റാർ അഗ്രോ മെഷീനറീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ അവരുടെ ഡ്രയറാണ്, അവരുടെ ഷോറൂമാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് അവരുടെ ഒരു പുതിയൊരു സംഭവം കാണാനായിട്ട് സാധിക്കും. കാര്യം നമ്മളൊരു ഇപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടൊരു സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്സാരമായിട്ട് ചിന്തിക്കാവുന്ന ഒരു ബേക്കറി അല്ലെങ്കിൽ ഒരു കുടി വ്യവസായം പോലെ ഒരു ചിപ്സ് ഉണ്ടാക്കുന്ന യൂണിറ്റോ അല്ലെങ്കിൽ ഒരു മില്ല്, നമുക്കൊരു പൊടിക്കുന്ന മില്ല് അല്ലെന്നുണ്ടെങ്കിൽ എണ്ണയാട്ടുന്ന മില്ലുകളോ മറ്റോ തുടങ്ങണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇവിടെ ഒന്ന് ഈ മെഷീനറീസ് വാങ്ങാം, അതിന് സബ്സിഡി വാങ്ങാം. അതായത് നമുക്ക് പകുതിയിലോളം പൈസ മതിയാവും നമുക്കൊരു സബ്സിഡിയോടുകൂടി ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട്. അങ്ങനെ നമുക്ക് ഇവിടെ ഒരുപാട് മെഷീൻസ് ഇരിപ്പുണ്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ചെറിയൊരു കട്ടിംഗ് മെഷീൻ ആവശ്യമാണ്. അത്തരത്തിലൊരു കട്ടിംഗ് മെഷീനാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആ കട്ടിംഗ് മെഷീൻ നമുക്ക് കാണാം. 3 സ്റ്റാർ അഗ്രോ മെഷീനറീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു കട്ടിംഗ് മെഷീനാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ പോകുന്നത്. ഇപ്പം നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, ഈ മെഷീൻ വാങ്ങാനായിട്ട് കോയമ്പത്തൂരിൽ കിട്ടും. എവിടെ ചെന്നാലും ഈ സെയിം മെഷീൻ പോലെ ഇരിക്കുന്ന പല മെഷീനറീസ് കിട്ടും. ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോൾഡ് ഒന്നും നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നില്ല. ഇതെല്ലാം ചൈനയിൽ നിന്ന് വരുന്നതാണ്. അസംബ്ലിങ് മാത്രമാണ് നമ്മുടെ ഓരോ കമ്പനിക്കാരും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടായത് ബോഡി മാത്രമാണ് നമുക്ക് കോയമ്പത്തൂർ ഇവിടുന്ന് ചൈനയിൽ നിന്ന് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള മോട്ടറുകൾ അല്ലെങ്കിൽ ഇതിന്റെ ബ്ലേഡുകളെല്ലാം എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഇതിന്റെ വിലയുടെ വ്യത്യാസം വരുന്നത്. ചിലപ്പോൾ ഇത് വളരെ വില കുറച്ച് കിട്ടും, പക്ഷെ അതിന്റെ മോട്ടറിന്റെ ക്വാളിറ്റി, അതായത് അലൂമിനിയം വൈൻഡിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫുള്ള് കോപ്പർ വൈൻഡിങ് ആണ്. അപ്പൊ നമുക്ക് നേരെ ഇതൊക്കെ കട്ട് ചെയ്യാം. കുറച്ച് വെജിറ്റബിൾസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മൊത്തം വെജിറ്റബിൾസ് നമുക്ക് ഇതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഏത് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് കട്ടാകുന്നത്, ഏത് രീതിയിൽ കട്ടായി പോകുന്നുണ്ട് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ഇപ്പോൾ ബ്ലേഡ് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകണം. പിന്നെ അത് നിലവിൽ ബ്ലേഡ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ ക്യാരറ്റ് അരിയാനുള്ള 1.2 ബ്ലേഡ് നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പോകണം. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഈ ഒരു ലോക്ക് ഇവിടെ ഈ ഇതുവഴി ഇറങ്ങി താഴോട്ട് കറക്റ്റ് ലോക്ക് ചെയ്താൽ മതി. പണ്ടത്തെ നമ്മുടെ ബൾബിൻ്റെയൊക്കെ ലോക്ക് ഇല്ലേ, ആ ലോക്ക് ഇടുന്ന പോലെ, അല്ലെങ്കിൽ CF ബൾബിൻ്റെയൊക്കെ ലോക്ക് ഇടുന്ന പോലെ തന്നെ ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇത് ലോക്കായി, ഓട്ടോമാറ്റിക് ലോക്കായി. ഇനി നമ്മൾ ഇതുപോലെ തന്നെ തിരിച്ച് എടുത്ത് വയ്ക്കുക, ഇത് ടൈറ്റ് ചെയ്ത് വയ്ക്കുക, അതിനുശേഷം ഇത് അടച്ച് വെക്കുക. ഇത് നമ്മളിനി ഇവിടെയാണ് ക്യാരറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഇപ്പോൾ പ്രസ് ചെയ്ത് അത് നമുക്ക് കാണാം. നമ്മൾ ക്യാരറ്റ് ഇട്ടറിനെ കണ്ടില്ലേ, ഒരേ കനത്തിൽ നമുക്ക് ഒരേ റൗണ്ട് ഷേപ്പിന് നല്ല വൃത്തിയായിട്ട് നമുക്കത് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ആ 1.2 ആ ബ്ലേഡ് തന്നെ ഇട്ടിട്ട് കപ്പ കരിയുന്നുണ്ടല്ലേ, അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് നേരത്തെ എങ്ങനെ അരിഞ്ഞു അതുപോലെ തന്നെ വളരെ 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 തിന്നായിട്ട് തന്നെ കണ്ടില്ലേ, ഒരു വ്യത്യാസവും ഇല്ല. എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇത് ഇനി വറക്കാൻ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ വറുത്ത് വരും. അതാണ് ഈ കപ്പയുടെ മറ്റൊരു പ്രത്യേകത. ഇനി നമുക്ക് വളരെ ചെറിയ രീതിയിൽ കപ്പയാക്കാനായിട്ട്, വളരെ ചെറിയ നാര് പോലെ കപ്പയാക്കാനായിട്ട്, ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഈ ചക്കയുടെ ഈ കൊള്ളിക്കപ്പ എന്നൊക്കെ പറയുന്നൊരു സംഭവമാണിത്. അതും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിനകത്ത് തന്നെ ചെയ്യാം. ഓരോരോ ബ്ലേഡ് മാറ്റിയെടുത്ത് അതിനനുസരിച്ച് നമുക്ക് എന്താണോ ആവശ്യം അതേ രീതിയിൽ. പിന്നെ അടുത്ത് നമുക്ക് ക്യാരറ്റ് ഇട്ട് നോക്കാം അതെങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ആ ചെയ്തെടുത്ത അതേ കനത്തിൽ തന്നെ നമുക്ക് ക്യാരറ്റും ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. ഇങ്ങനെ ക്യാരറ്റും ഇങ്ങനെയുള്ള പല സാധനങ്ങളും മാർക്കറ്റിൽ അവൈലബിൾ, അതും നമുക്കിതിനകത്ത് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തത് ക്യാബേജ് ഇടാം. ക്യാബേജ് നമ്മൾ തോരൻ വെക്കത്തില്ലേ, വളരെ ചെറിയ ഇതൊക്കെ അരിഞ്ഞെടുക്കണമെങ്കിൽ എങ്ങനെ പോയാലും വീട്ടമ്മക്ക് ഒരു 10-15 മിനിറ്റ് എടുക്കും. അപ്പോൾ വളരെ സിമ്പിൾ, ഇട്ടതുമല്ല ആ തൊട്ടപ്പുറത്ത് ഔട്ട്പുട്ട് എത്തിക്കഴിഞ്ഞാലല്ലേ വളരെ ചെറിയ രീതിയിൽ കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്ത് വരുന്നുണ്ട് കണ്ടില്ലേ.
ചോപ്പ് ചെയ്ത് വരുന്നുണ്ട്. സ്ലൈസിങ് അല്ല, ചോപ്പ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് കണ്ടല്ലേ വളരെ സിമ്പിളാണ് ഓരോരോ സാധനങ്ങൾ ഇടാനായിട്ട്. അതിന് അടുത്ത നമുക്ക് പച്ചക്ക ഇത്രയും വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് വേറെ ഒരു മെഷീനും പറ്റില്ല. ഇത്രയും കനം കുറച്ച് അത് ഒരു ഉടവ് പോലും വരാതെ കണ്ടില്ല, വളരെ വൃത്തിയായി വളരെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരിച്ചിരിയുടെ വലുപ്പം കൂടിയിട്ടുള്ള ആ ബ്ലേഡ് ഒരെണ്ണം ഇട്ട് നോക്കാം. നേരത്തെ നമ്മൾ ഇട്ടത് 1.2 ആണ്, അതിൻ്റെ വലുതാണ് നമ്മൾ ഇടുന്നത്. അതിൽ നമ്മൾ തക്കാളി അരിഞ്ഞത് കണ്ടില്ലേ, തക്കാളി വളരെ സിമ്പിളായിട്ട് നമ്മൾ അരിഞ്ഞ് വരുന്നത് കണ്ടോ. അപ്പം അടുത്ത നമുക്ക് കിഴങ്ങ് വേറൊരു ബ്ലേഡിൽ മാറ്റിയിട്ടിട്ട് അങ്ങനെ പല തരത്തിലുള്ള ബ്ലേഡ് ഉണ്ട്. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതേ വലുപ്പത്തിലാണ് നമ്മൾ കിഴങ്ങ് കിട്ടിയത്. അടുത്ത നമ്മൾ എടുത്തിട്ട് നമ്മുടെ വെണ്ടയ്ക്ക വളരെ കനം കുറച്ചും എടുത്തു. അതിൻ്റെ തൊട്ടടുത്ത വലുപ്പത്തിൽ ഇച്ചിരി വലുപ്പം കൂട്ടി നമ്മൾ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുന്നത്. അടുത്ത നമുക്ക് ചേന ഇടാം. നമ്മൾ അവിയലിനൊക്കെ എടുക്കുന്ന ചേനയുടെ ഒരു വലുപ്പത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ നേരത്തെ കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈസ് അരിഞ്ഞില്ല, അതേ വലുപ്പത്തിലാണ്. ഇനി അത് ആ വലുപ്പത്തിൽ തന്നെ ക്യാരറ്റും നമ്മൾ എടുത്തു. ഇനി നമുക്ക് സവോള എടുക്കാം. ബിരിയാണിക്കൊക്കെ എടുക്കുന്ന, സലാഡിനൊക്കെ എടുക്കുന്ന രീതിയിലുള്ള സവോള എടുക്കാം. ഒരേ വലുപ്പത്തിലായിട്ട് തന്നെ നമുക്ക് ഈ എണ്ണയിലേക്ക് മൂപ്പിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കിത് സവോളയും അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒരേ വലുപ്പത്തിൽ, ഒരു വ്യത്യാസമില്ല. നല്ല ഉള്ളല്ലേ. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നോക്കാം. പിന്നെ നമുക്ക് ഈ കറിക്കൊക്കെ ഇടാനുള്ള രീതിയിൽ എന്തെങ്കിലും കണ്ട ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അതിനുള്ള എല്ലാ ബ്ലേഡും ഉണ്ട്. എല്ലാം കൂടി ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, എല്ലാ ബ്ലേഡുകളും ഇതിനകത്തുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് നോക്കാം. എടുക്കുക, അതുപോലെ തന്നെ പൊക്കെടുക്കുക. എടുത്തതിന് ശേഷം ക്ലീൻ ചെയ്യാം. നമ്മൾ കുറേ പണിയെടുത്ത് നമ്മൾ മൊത്തം അടിപൊളിയായിട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കാണിച്ച ആ വെജിറ്റബിൾസ് എല്ലാം തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒരു കാറ്ററിംഗ് സർവീസ് നടക്കുന്ന ആൾക്കോ, അല്ലെങ്കിൽ ഒരു കല്യാണ ഫംഗ്ഷന് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ബിസിനസ്സിൽ നമുക്കിപ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ബിസിനസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഇതുപോലെ ഒരു മെഷീൻ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് റെന്റിന് കൊടുക്കാൻ പറ്റും. ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 300 രൂപ റെന്റിന് കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത്തരത്തിലൊരു 10 മെഷീനൊക്കെ ചേർത്ത് വെച്ചിട്ട് റെന്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെഷീനൊക്കെ റെന്റ് കൊടുക്കുന്ന വളരെ അപൂർവം ആൾക്കാർ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പം ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം നിങ്ങൾക്ക് 35% തൊട്ട് 80% വരെ സബ്സിഡി നേടിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇതാണ്, ഓപ്ഷനാണ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ.